അല്ലാഹുവേ പടച്ചവനെ, തന്റെ പൊന്നുമോന് വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത് കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞ ആദം നൂഹ് നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, വലൈസ മിൻ അഹ്ലി, നബിയെ സ്വന്തം മോനാ, പക്ഷെ കുടുംബത്തിൽപ്പെട്ടവനല്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നൂഹ് നബിയോട് പറഞ്ഞു, ഓ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഒരു കുടുംബത്തിലെ എല്ലാ മക്കളും നന്നായ ആ കുടുംബത്തെ അള്ളാഹു ഏറ്റെടുത്തു. ഒരുത്തനെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വാപ്പ നിന്നെ അള്ളാഹു ഏറ്റെടുത്ത് ഓന്റെ കാര്യം വിട്ടേക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ അള്ളാഹു തിരഞ്ഞെടുത്തു. കാരണം ഇബ്രാഹിം നബി അലിഹിസ്സലാം, എന്റെ ചിന്തിക്ക്, മക്കയിലും മദീനക്ക് പോകുന്ന എന്തിനാ? ഇബ്രാഹിം നബിയുടെ കാര്യം, ഇസ്മായിൽ നബിയുടെ കാര്യം, ഹാജറ ബീവി വാപ്പയും ഉമ്മയുടെ മോന്റെയും കാര്യം മാത്രമല്ലേ അവിടെയുള്ളൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പം മക്കളെ വളർത്തണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ വിഷയമൊക്കെ നിങ്ങളുടെ അടുത്ത് ജനുവരി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നന്മയുള്ള മക്കൾ, അല്ലാഹുവേ ആ വിഷയം ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പൊന്നുമോനെ ചതിക്കല്ലേ, ഉമ്മാനെ നാണം കെടുത്തല്ലേ, വാപ്പാനെ നാണം കെടുത്തല്ലേ. 9.5 മാസക്കാലം നിന്നെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മാന് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയാ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരിക്കലും രക്ഷപ്പെടില്ല പൊന്നുമോനെ. അല്ലാഹുവേ പടച്ചവര്, മുസ്ലിമായ ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് അവളെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് ആണത്തമാണെന്ന് കരുതല്ലേ. പലപ്പോഴും ചെറുപ്പക്കാര് പറയാറുണ്ട്, ഉസ്താദ് ഒരു പെണ്ണിനെ കൂടെ ഞാൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ആർക്ക് വേണമടാ ചെറുപ്പക്കാരാ, ആർക്ക് വേണം പൊന്നുമോനെ? അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് പറയാ കഴിയുമോ? മറ്റൊരു മതത്തിലുള്ള ഒരച്ഛനും അമ്മയും പോറ്റി വളർത്തിയ പൊന്നുമോള് അവളെ വളച്ചിട്ട് അവസാനം വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരുമ്പോ ആ പാവങ്ങളുടെ കണ്ണ് നിറഞ്ഞാലും നീ അനുഭവിക്കും ചെറുപ്പക്കാരാ. നിനക്ക് അല്ലാഹു പ്രതിഫലം തരുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹു നിനക്ക് പ്രതിഫലം തരുന്നെന്ന് തോന്നുന്നുണ്ടോ? അമുസ്ലിമായ ഒരു പെണ്ണിനെ പ്രേമിച്ചു, അവസാനം അവരെ വിളിച്ചിറക്കി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. എന്തിനാടാ ഇവള് മുസ്ലിമായ? ഈ പെണ്ണ് എന്തിനാ മുസ്ലിമായ? അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടോ, ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടോ അല്ല. നിന്നെ കിട്ടാൻ വേണ്ടി അവള് മുസ്ലിമായത്. നിന്നെ കെട്ടാൻ വേണ്ടി, നിന്നെ സ്നേഹിച്ചു പോയി. നിന്നെ കെട്ടണമെങ്കിൽ നീ പറഞ്ഞു മുസ്ലിം ആകണം. അപ്പൊ അതിനു വേണ്ടി മുസ്ലിമായി. അപ്പൊ പിന്നെ പ്രതിഫലം കിട്ടുമോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, പരിശുദ്ധമായ ദീനിനെ വലിച്ചെറിഞ്ഞിട്ട് കണ്ടവന്മാരുടെ കൂടെ ഇറങ്ങി പോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വന്തം വാപ്പയെയും ഉമ്മയെയും കരയിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, ഒരു കാലത്തും രക്ഷപ്പെടൂല, ഒരു കാലത്തും രക്ഷപ്പെടൂല. അല്ലാഹുവേ, ഞാൻ ജോലി ചെയ്യുന്ന കോട്ടയം ജില്ലയുടെ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ ഒരു പുഴുത്ത ശരീരം ഇരിപ്പുണ്ട്. ആർക്കും വേണ്ടാതെ, ആർക്കും വേണ്ടാതെ, സ്വന്തം കൂടപ്പിറപ്പുകൾക്കും കുടുംബക്കാർക്കും വേണ്ടാതെ ഒരു മുസ്ലിം പെണ്ണിന്റെ പുഴുത്ത ശരീരം അല്ലാഹുവേ മോർച്ചറിക്കകത്തിരിപ്പുണ്ട്. ആർക്കും അവളെ വേണ്ട. സ്വന്തം ഉപ്പയെയും ഉമ്മയെയും പടച്ചവനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നാണം കെടുത്തിയിട്ട് ഇന്നലെ കണ്ട ഒരുത്തന്റെ പുറകെ സുഖം തേടിയിട്ട് ഇറങ്ങിപ്പോയവളാ. വിഷമടിച്ച് ചത്തട്ട് കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കുകയാ. അവനും വേണ്ട, ജന്മം കൊടുത്ത മാതാപിതാക്കൾക്കും വേണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുകയാ, പലപ്പോഴും നമ്മൾ മുസ്ലിമാണെന്ന് മറന്നു പോകുന്നു, നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണെന്ന് മറന്നു പോകുന്നു. നമ്മുടെ മക്കളെ നശിക്കാറുള്ള കാരണം മക്കളല്ല, മാതാപിതാക്കളോ. അവരെ വളർത്തുന്ന ചുറ്റുപാട് വളരെ മോശമാ. പഠിച്ചവരെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള് A+ വാങ്ങി ജയിച്ചു കഴിഞ്ഞ ആദ്യം വാങ്ങിച്ചു കൊടുക്കുന്നത് മൊബൈലാ. അതിന് ചെറുതെന്നുവല്ല, വലിയ മൊബൈലാ. +2 ജയിച്ച കമ്പ്യൂട്ടറോ. അല്ലാഹുവേ പടച്ചവനെ, വേണ്ടത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കള് കണ്ണിന്റെ മുന്നിൽ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ, അന്യപുരുഷന്റെ കൂടെ കറങ്ങുന്നത് കണ്ടാൽ അവൻ കൂട്ടുകാരനാണ്, ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ മക്കള് ചെയ്യുന്ന തെറ്റ് നിസാരമായി കാണുന്ന ഉപ്പമാര്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ വീട്ടിലെ TV വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ചെറുപ്രായം മുതൽ ഉമ്മയുടെ മടിയിലിരുന്നിട്ട് ആ മക്കള് സീരിയൽ കാണുന്നത്. എങ്ങനെയാണ് പ്രേമിക്കേണ്ടത്, എങ്ങനെയാണ് കള്ളത്തരം കാണിക്കേണ്ടത്, എങ്ങനെയാണ് ഫോൺ വിളിച്ചു വെക്കേണ്ടത്, കാമുകനെ വീട്ടിൽ കയറ്റേണ്ടത് എങ്ങനെയാണ്, എല്ലാം പഠിക്കുന്നത് സീരിയലിന്റെ മുന്നിൽ നിന്നോ. ഉമ്മയുടെ ജീവിതം തന്നെ പടച്ചവനെ കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് കാമുകന്റെ കൂടെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴും